സവിശേഷത നമുക്ക് നല്ല തണുപ്പാണ്. ഈ ഒരു സമയത്ത് നല്ല തണുപ്പായിരിക്കും. പ്രത്യേകിച്ചിട്ട് ഡിസംബർ ഡിസംബർ മാസം, നവംബർ ഡിസംബർ ജനുവരി ആ ഒരു സമയത്ത് പ്രത്യേകിച്ചിട്ട് ഈ സമയത്ത് പോകുമ്പോൾ അതാണ് തിരക്കുണ്ട്. നല്ല തിരക്കായിരിക്കും. ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വരുന്ന സമയം കൂടിയാണ് ഈ പറഞ്ഞ ദിവസം. ഐ മീൻ മാസങ്ങളും തൊട്ടിട്ട് 3 മാസം, അതായത് നവംബർ ഡിസംബർ ജനുവരി. ഈ ഒരു മാസം, ഈ 3 മാസം നല്ല തിരക്ക് കൂടുതലായിട്ട് ഈ മൂന്നാറായിരുന്നു തിരക്കാണ്. മാത്രമല്ല നമ്മൾ തിരക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു എന്താ പറയുക, നമ്മുടെ ഉള്ളിലുള്ള ഒരു ഫീലുണ്ടല്ലോ, അത് കാണാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ അവിടെ ഉണ്ട്. മൂന്നാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫീലാണ്. അപ്പോൾ അത് ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടും. നമ്മളിങ്ങനെ നമ്മൾ ബൈക്കിലാണ് പോകുന്നതെങ്കിലും നമുക്ക് എ സിയുടെ ആവശ്യമില്ല. ക്ഷീണം അറിയില്ല എന്നർത്ഥം. എന്ന് വെച്ചാൽ റോഡുകൾ അത്യാവശ്യം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്നാറൊന്നും മുന്നേ കണ്ടിരുന്നില്ല. അപ്പോൾ അതൊരു നമുക്കൊരു എന്തോസിയാസം ആയിരിക്കും അവിടെ ഒന്ന് പോകാനും എടുക്കാനും. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിനുള്ളൊരു ഇമ്പുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താണ് കൂടുതലായിട്ട് പോകാൻ തോന്നും. ഏത് തരത്തിലുള്ള റോഡാണെങ്കിലും റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം കാണാൻ പറ്റുന്ന തരത്തിലാണ്. ഞാനാകെ മൂടിക്കെട്ടിയിട്ടാണുള്ളത് കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ജലദോഷം പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മൂടിക്കെട്ടിയിട്ടാണുള്ളത്. ഇതാണ് നമ്മൾ ഈ സ്റ്റാൻഡ് വരുന്നതാണ്. KSRTC സ്റ്റാൻഡാണിത്. മൂന്നാറുള്ള KSRTC സ്റ്റാൻഡ്. അതിൻ്റെ തൊട്ടടുത്ത് അപ്പുറത്തിപ്പുറത്തൊക്കെ ആയിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇവിടെ ഫുള്ള് ഹോട്ടലെല്ലാം ബുക്കിംഗ് ആണ്. ആ ഒരു സമയത്ത് അറിയാലോ. അപ്പോൾ ഇനി നേരെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വട്ടവട റൂട്ടാണ്. ആ റൂട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാനവിടെ പാർക്ക് ചെയ്തു. അപ്പോൾ പോകുന്ന വഴിയാണിത്. അവിടത്തേക്ക് നേരെ വട്ടവടയിലേക്കാണ് ഈ പറയുന്ന റോഡ് പോകുന്നത്. പക്ഷേ പോകുന്ന ഭാഗത്ത് 2 സൈഡിലായിട്ട് നല്ല കാഴ്ചയാണ്. കണ്ണൻദേവൻ മലനിരകളാണ് ആ ഭാഗത്ത് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ടോപ്പിലെത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത് വളരെ കാണാൻ എന്താ പറയുക, മോശമാണ്, ഒന്നും പറയാൻ വാക്കുകളില്ല. അത്രയും അടിപൊളിയാണ് അവിടുത്തെ കാഴ്ച. അപ്പോൾ അങ്ങനെ അവിടുത്തെ തേയിലയാണ് ഈ കാണുന്നത്. നമ്മൾ വയനാട്ടിലൊക്കെ കാണുന്നത് ഡിഫറെൻ്റ് ആണ്. ഇതിങ്ങനെ പരന്ന് കിടക്കുകയാണ്. അവിടെ നിരകളൊക്കെയാണ്. മലനിരകളെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കണ്ണിനടുത്തായിട്ട് കാണാൻ പറ്റും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു സൂം ചെയ്ത പോലെയാണ്, ഇങ്ങനെ ഔട്ടിങ് സൂം ചെയ്ത പോലെ അടിപൊളി നല്ലൊരു വലിയ കാഴ്ചയാവുന്നത്. അപ്പോൾ ഇതുവഴി നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നമുക്കൊരു പാലം കാണാൻ പറ്റും. ഈ പാലത്തിലൂടെ കയറിയിട്ടാണ് പോകേണ്ടത്. അപ്പോൾ എതിർവശം ഈ 2 വശത്തിലായിട്ട് ഇരിക്കുന്ന സ്ഥലം കാണാൻ വളരെ സുന്ദരമാണ് കേട്ടോ. ഈ വളരെ വളരെ അടുത്ത് എന്താ പറയുക, നമുക്ക് അടുത്ത് കാണും. വയനാടൊക്കെ തന്നെ അടുത്താണ് കാണുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രദേശം തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത്രയും ദൂരെയുള്ള സ്ഥലം വരെ നമുക്ക് കാണാൻ പറ്റുന്ന ഇടത്തിലുള്ളത് കേട്ടോ. അങ്ങനെ വൈഡായിട്ട് കിടക്കുകയാണ്. പെട്ടെന്ന് തെറ്റിദ്ധരിച്ച് ഊട്ടിയാണ്. അപ്പോൾ എന്താ സംഭവിച്ചാൽ ഇത് തമിഴ്നാട് ഈ പറഞ്ഞതുപോലെ സ്റ്റേറ്റിനോട് അടുത്ത് നിൽക്കണമുണ്ട്. അതിൻ്റെ ഒരു ഫീലുണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ ഒരു ഫീല്. അപ്പോൾ ഞാൻ ഏതാണ്ട് ടോപ്പിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഹിൽ സ്റ്റേഷൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് പോകണം. ഞാൻ മൊത്തം കവറിങ്ങിനാണ് ഉള്ളത്. നല്ല തണുപ്പായതുകൊണ്ട് എല്ലാം മൊത്തം കവർ ചെയ്തിട്ടാണുള്ളത്. അല്ലാതെ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ കഴിയില്ല. നമ്മൾ ഒരു ടീഷർട്ട് വെച്ചിട്ടാണ് ഇങ്ങനെ നിൽക്കാൻ കഴിയില്ല. അത്രയും തണുപ്പാണ്. കണ്ടോ ഈ അവിടെ ഉള്ള ഓരോ വീടുകളുടെ ഒരു പ്രത്യേകത. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെയുള്ള വീടുകളൊന്നുമല്ല അവിടെ ഉള്ളത്. ഒരു നല്ല വ്യത്യാസമുണ്ട്. പിന്നെ അധികവും എനിക്ക് കാണാൻ പറ്റിയത് തമിഴ്നാട്ടിൽ നിന്ന്, പിന്നെ നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിൽ നിന്ന്, പിന്നെ വെസ്റ്റിൽ നിന്ന്, അങ്ങനെയൊക്കെ ആൾക്കാർ കൂടുതലായിട്ടുണ്ട്. നമ്മൾ ഇവിടെയുള്ള മലയാളികളെക്കാൾ കൂടുതൽ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണ് നമുക്ക് ഇവിടെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാ കണ്ടോ, ആ കാഴ്ച കണ്ടോ, ഈ മലമുകളിൽ നിന്ന് ഈ ഫോഗ് അതാ കാണുന്നുണ്ടല്ലോ. ഈ ആനമുടി പോയിൻ്റാണിത് കേട്ടോ. ആനമുടി പോയിൻ്റ് എന്ന് പറയും. ഈ പോയിൻ്റാണ് ആനമുടി. അപ്പോൾ ഈ ആനമുടി പോയിൻ്റിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് ആനമുടി പോയിൻ്റ്. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു പോയിൻ്റ് കുറച്ചുകൂടി കടന്നു കഴിഞ്ഞാൽ ഫോഗ് നമ്മളെ തട്ടി പോകും. അത്രയും ടോപ്പിലെത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താ കാര്യം വെച്ചാൽ ഞാൻ ഈ ഒരു സമയം ഇങ്ങനെ ആണെന്ന് സ്ഥിതി എന്നുള്ള അറിയില്ലല്ലോ. അപ്പോൾ ഞാനെന്ത് കരുതി, ഞാൻ പെട്രോൾ അടിച്ചില്ലായിരുന്നു. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി പെട്രോൾ അടിക്കാത്തതുകൊണ്ട് എനിക്ക് വട്ടവട വരെ എത്താനും പറ്റിയില്ല. അപ്പോൾ പകുതിയിൽ നിന്ന് തിരിക്കാനുണ്ടായത്.
അപ്പോൾ ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സാറ്റിസ്ഫൈഡ് ചെയ്തു. അത്രയും അങ്ങോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഒരു കാഴ്ച തന്നെ ഇവിടെ വന്നതുകൊണ്ട് എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ ട്രാഫിക്കിൽ നിന്ന് ഇവിടം വരെ എത്തിയത്. അപ്പോൾ വരുന്ന സ്ഥലങ്ങളൊക്കെ അതിമനോഹരമാണ്. ഒരു രക്ഷയില്ല. ഈ ഫോഗൊക്കെ നമ്മളെ തട്ടിയെടുത്ത് പോകുന്ന ഒരു സ്ഥിതിയാണ്. നല്ലൊരു എന്താ പറയുക, അത്രയും മനസ്സിന് നല്ല അടിപൊളി ഉണ്ടാക്കുന്ന ഒരു പ്രദേശം കംപ്ലീറ്റ് എന്താ പറയുക, നമ്മൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ്. ഈ തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശരിക്കും പൊതിഞ്ഞുകൊണ്ട് പോകും. ആ ടൈപ്പിലുള്ള തണുപ്പാണ് ഇവിടെ. നോക്കിയേ, എന്താ പറയണ്ടേ, എന്താ ഒരു കാഴ്ച. കാഴ്ചയൊക്കെ ഒന്നും പറയാനില്ല. അതിസുന്ദരമാണ് കാഴ്ചയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങ് ദൂരെയുള്ള മലനിരകളൊക്കെ ചെറുതായിട്ട് ഫോഗ് കാരണം അങ്ങ് ദൂരെയുള്ളതൊന്നും അധികം കാണുന്നില്ല. ഇത് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. ഈ ഫോഗുകൾ അങ്ങുള്ളതൊക്കെ മറച്ചിട്ടാണ് വരുന്നത്. അത്ര അധികം ഫോഗുകൾ ഇങ്ങ് ടൗണിലോട്ടേക്ക് അടിച്ച് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പുറത്തുനിന്ന് ഇങ്ങോട്ട് ഉള്ളിലോട്ടേക്ക് വരികയാണ്. അതാണ് കാണാത്തത്. ഇതാണ് കണ്ണൻദേവൻ മലനിര. ഈ ഭാഗത്ത് അങ്ങോട്ട് കണ്ണൻദേവൻ്റെ സ്ഥലങ്ങളാണ്. കൂടുതലായിട്ടും കണ്ണൻദേവനാണ് ഉണ്ടാകുന്നത്. ഈ ഭാഗം അങ്ങോട്ട് കണ്ണൻദേവനാണ്. അപ്പോൾ ഈ സൈഡിലുള്ള ചില ഈ കാണുന്നതൊക്കെ കണ്ണൻദേവനാണ് കേട്ടോ. കണ്ണൻദേവൻ മലനിരകളാണ്. അതിമനോഹരമാണ്. കാഴ്ചകൾ പറയാൻ പറ്റില്ല. കണ്ടോ, മനസ്സിന് ഇമ്പം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഓരോ കാഴ്ച, ഓരോ സ്ഥലത്തും നമുക്ക് ഒന്ന് അവിടെ ഇരുന്ന് അവിടെ തന്നെ ഇരിക്കാൻ വേണ്ടി തോന്നും. അത്രയും അടിപൊളിയാണ് അവിടുത്തെ കാഴ്ച. വാക്കുകൾ കിട്ടുന്നില്ല പറയാൻ. അത്രയ്ക്കും മനോഹരമാണ് ഓരോ കാഴ്ചകളും. ഞാൻ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് ഇതുപോലത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പേജൊന്ന് ഫോളോ ചെയ്യാം. മാത്രമല്ല ഫോളോയും പുതിയ പുതിയ വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യുക. ഇത്തരം നല്ല നല്ല വീഡിയോസ് ഞാൻ ഇനിയും ഇടുന്നതാണ്. ഈ കാണുന്ന ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഞാൻ അവിടുന്ന് തിരിച്ചു. അപ്പോൾ തിരിച്ചതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ഡാമിലേക്കാണ് എൻ്റെ അടുത്ത യാത്ര. അപ്പോൾ ഭാഗത്തുനിന്ന് ഡാമിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഈ ഡാമിൻ്റെ പുറത്ത്, അതായത് നമുക്കവിടെ പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല. അപ്പോൾ പുറത്ത് പാർക്ക് ചെയ്യണം, മുകളിൽ കയറാൻ കഴിയില്ല. ആ വഴിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പുറത്ത് വട്ടവടയിലേക്ക് പോകേണ്ടത്. അപ്പോൾ പെട്രോൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ വെച്ചിട്ട് നടന്നു ഡാം കാണാൻ. മാട്ടുപ്പെട്ടി ഡാം എന്നാണ് പേര്. അപ്പോൾ ഇതാണ് മാട്ടുപ്പെട്ടി ഡാം. മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ആ ഭാഗത്ത് നമുക്ക് മുന്നിൽ നിന്ന് കാണാൻ കഴിയില്ല. അപ്പോൾ ഒരു സൈഡിൽ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആ സൈഡിലുള്ള വീഡിയോ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ച. ഇപ്പോൾ ഇവിടുന്ന് എല്ലാ തരത്തിലുള്ള സ്പോർട്സ് ഐറ്റംസും ഉണ്ട്. അതായത് വാട്ടർ സ്പോർട്സാണ് കൂടുതലായിട്ടുള്ളത്. സ്പീഡ് ബോട്ട്, പെഡൽ ബോട്ട്സ്, പിന്നെ പലതരത്തിലുള്ള നമുക്ക് എന്താ പറയുക, ഇപ്പം വിദേശികളെയും സ്വദേശികളെയും പിന്നെ അതായത് ഈ ഭാഗത്ത് ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഒരു അട്രാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിൽ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ അവിടുന്ന് തിരിച്ച് പോകുന്ന സമയത്ത് ഒരു ഗ്രാമം ഞാൻ കണ്ടു. നല്ല ഗ്രാമമാണ്, അടിപൊളിയാണ്. എന്താ പറയുക, വളരെ സുന്ദരമായ ഗ്രാമം. ഒന്നും പറയാനില്ല, വാക്കുകളില്ല. അത്രയും നല്ല അടിപൊളിയാണ് അവിടെ കാണാൻ. അപ്പോൾ ഞാൻ അവിടുന്ന് തിരിക്കുകയാണ്. നല്ല വ്യൂ കിട്ടുന്നുണ്ട്. ഒരു തമിഴ്നാടിൻ്റെ ഒരു സ്ഥലം. അവിടുന്ന് അത്രയേ ഉള്ളൂ തമിഴ്നാട്ടിലേക്ക്, അധികമൊന്നുമില്ല. തേനി എന്ന് പറയുന്ന സ്ഥലമാണ് തമിഴ്നാട് ഭാഗം വരുന്നത്. അവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മുടെ ഈ വട്ടവടിയും പിന്നെ അതുപോലുള്ള ബോർഡറൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് തിരിക്കുകയാണ്. അങ്ങനെ ഞാൻ തിരിച്ച് പോകുന്ന സമയത്ത് ഇവിടെ എത്തി. ഒരു നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഹോട്ടലിൽ കയറി. ഇതാണ് ആ ഹോട്ടൽ. ഒരു ഗുജറാത്തി ഹോട്ടലാണ്. അപ്പോൾ ഇതുവരെ ഗുജറാത്ത് ഫുഡ് കഴിക്കാത്തത് കൊണ്ട് ഒരാഗ്രഹം ഒന്ന് കഴിച്ച് കളയാലോ. അങ്ങനെ ഇവിടെ എത്തി.